Hello everybody, welcome to Triplice Official Degree YouTube channel. Myself Vrinda Unni. Hello, എല്ലാവരും വരട്ടെ. എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു ബാങ്കിങ്ങിൻ്റെ. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2 എല്ലാം ബാങ്കിങ് എന്ന് പറയുന്നത് പേപ്പർ തന്നെ അത്യാവശ്യം വളരെ ഈസി ആയിട്ടൊരു പേപ്പറാണ്. നമുക്ക് അത്രയും ടെൻഷൻ അടിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാൻ പറ്റും അല്ലേ? അതാണ് ബാങ്കിങ് എന്ന് പറയുന്നത് തന്നെ. സോ നമുക്ക് പതുക്കെ പഠിച്ചു പോയാൽ മതി. മാത്രമല്ല മൊഡ്യൂൾ 1ഉം ഈസിയാണ്, മൊഡ്യൂൾ 2 ഈസിയാണ്. മൊത്തം നമുക്ക് 5 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് ഞാനായിരിക്കും എടുക്കുന്നത്, ബാക്കി മൊഡ്യൂൾസ് എല്ലാം ശിവ മിസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാളത്തെ ലൈവിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തെ നമ്മൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, 18ലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതും എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ നമുക്കെന്നാ തുടങ്ങിയാലോ? മൊഡ്യൂൾ 2 നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, മൊഡ്യൂൾ 2 ബാങ്കിങ് പ്രാക്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഹൂ ഈസ് എ ബാങ്കർ? ഫസ്റ്റ് ചോദ്യം നമുക്ക് ഹൂ ഈസ് എ ബാങ്കർ എന്നാണ്. നമ്മൾ നേരത്തെ ബാങ്കിങ് അങ്ങനത്തെ ബേസിക് ടേംസ് ഡിസ്കസ് ചെയ്ത് ഇനി നമ്മൾ ബാങ്കർ എന്താണെന്ന് നോക്കാം. ബാങ്കർ, ഹൂ ഈസ് എ ബാങ്കർ, ആ ടേം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താക്കാം. ഓക്കെ, ബാങ്കർ ഇസ് എ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ്. അതായത് ബാങ്കിങ് പോലെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്താണ് ബാങ്കർ എന്ന് പറയാം. സോ അവിടെ ബാങ്കർ എന്തായിരിക്കും ചെയ്യുന്നത്? ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ബാങ്കിങ്, നമ്മളെന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതിനെ ബാങ്കർ എന്നും നമുക്ക് പറയാൻ പറ്റും. എന്താണ് ബാങ്കർ? ഓക്കെ, ഓഫേഴ്സ് അതർ ബാങ്കിങ് സർവീസസ് ലൈക്ക് റെമിറ്റൻസസ്, ഡ്രാഫ്റ്റ് എക്സെട്ര, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. സോ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം? SBI എന്താണ്? SBI ഒരു ബാങ്കറാണ്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ ബാങ്കർ. സോ ബാങ്കർ, ഹൂ ഈസ് എ ബാങ്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഇസ് ഡിഫൈൻ എ ബാങ്കർ. എന്താണ് അതിനൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തുമായിരിക്കും? So as per Banking Regulations Act 1949 Banking Regulations Act പ്രകാരം എന്തുമായിരിക്കും? ബാങ്കർ മീൻസ് എ കമ്പനി ദറ്റ് ഡസ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കർ എന്ന് വെച്ചാൽ എന്തുമായിരിക്കും? മീൻസ് എ കമ്പനി ദറ്റ് ഡസ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് എന്തെന്ന് പറയാം? ബാങ്കർ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് എന്ത് നമുക്ക് പറഞ്ഞു തരുന്നത്? ബാങ്കർ എന്ന് വെച്ചാൽ ഒരു കമ്പനി, ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരെന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്? അവർ ബിസിനസ് ചെയ്യണം, ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ബാങ്കിങ് എന്താണ്? മീൻസ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. അതിന് നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാം? ബാങ്കിങ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതിന് ഏത് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്കർ എന്ന് പറഞ്ഞാലും ബാങ്ക് എന്ന് പറഞ്ഞാലും എന്താണ്? അതിൽ ഷെഡ്യൂൾഡ് ആവും, നോൺ ഷെഡ്യൂൾഡ് ആവും, ഏത് ബാങ്ക്സ് വേണേലും വരാം. ഓക്കെ, HDFC ബാങ്ക് ഇസ് ഡിഫൈൻഡ് ആസ് എ ബാങ്കർ അണ്ടർ ദ ആക്ട്. HDFC ഒരു ബാങ്കാണ്, അതിന് നമുക്ക് എന്താ ബാങ്കർ എന്നും പറയാൻ പറ്റും. ബാങ്കർ എന്താ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവർ നമ്മൾ ബാങ്കർ എന്ന് പറയും. ദെൻ ഹൂ ഇസ് എ കസ്റ്റമർ? ഇതൊക്കെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ടേംസ് അല്ലേ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എ പേഴ്സൺ ഹു ഹാസ് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? യെസ്, ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് കസ്റ്റമർ എന്ന് പറയാൻ പറ്റും. എ പേഴ്സൺ ഹു ഹാസ് എ ബാങ്ക് അക്കൗണ്ട് uses banking services regularly, can be an individual, firm, company, etc. അതെന്തായിരിക്കാം? ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഫേം ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, അങ്ങനെ ആര് വേണമല്ലോ ആയിരിക്കാം. സോ അതാണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ. ഹു ഇസ് എ കസ്റ്റമർ? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എ പേഴ്സൺ, ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്താ പറയാം? കസ്റ്റമർ എന്ന് പറയാം. എ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡർ ഇൻ ICICI ബാങ്ക് ഇസ് എ കസ്റ്റമർ. നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളില്ലെങ്കിൽ ബാങ്കിങ് സർവീസസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? കസ്റ്റമർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, then next define a customer. Saidali, hello Saidali, hello. So define a customer. ഇനി നമുക്ക് എന്താണ് കസ്റ്റമർ ആരാന്ന് നമുക്ക് ഡെഫിനേഷൻ നോക്കാം. കസ്റ്റമർ ഇസ് എ പേഴ്സൺ ഹു മെയിൻറ്റെയിൻസ് ആൻ അക്കൗണ്ട്. കസ്റ്റമർ എന്താണ്? ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? കസ്റ്റമർ എന്ന് പറയാം. അതൊരു ഫേം ആവാം, ഇല്ലെങ്കിൽ എന്താണ് ജോയിൻ്റ് ആയിട്ട് കുറേ വ്യക്തികളാവാം, ഇൻഡിവിജ്വൽ ആവാം, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ,
ദെൻ ഹാസ് എ ഫോമർ റിലേഷൻഷിപ്പ് വിത്ത് ദ ബാങ്കുമായിട്ട് എന്താണ് ഒരു ഫോമർ റിലേഷൻഷിപ്പ്. കാരണം എന്താണ് ആ ബാങ്കിൻ്റെ എല്ലാ സർവീസസും ഇയാൾ എടുക്കുന്നുണ്ട്. സോ നമുക്ക് അയാൾ എന്തെന്ന് പറയാൻ പറ്റും, കസ്റ്റമർ എന്ന് പറയാൻ പറ്റും. ഡിഫൈൻ ലീഗലി ത്രൂ ട്രാൻസാക്ഷൻസ് ഓർ എഗ്രിമെൻറ്റ്സ്. അതെ, ലീഗലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ട്രാൻസാക്ഷൻസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് നമ്മൾ ബാങ്കുമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ട്, എഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലീഗലി നമ്മൾ എന്ത് പറയാം, ലീഗലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഹോൾഡർ ഇസ് എ ബാങ്ക് കസ്റ്റമർ. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഹോൾഡറിന് നമുക്ക് എന്തെന്ന് പറയാം, ബാങ്ക് കസ്റ്റമർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത വാട്ട് യു മീൻ ബൈ ലീൻ. എന്താണ്? നമുക്ക് ജനറൽ ലീൻ ഉണ്ട്, പർട്ടിക്കുലർ ലീൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലീൻ ഉണ്ട്. എന്താണിത്? കേട്ടിട്ടുണ്ട് ലീൻ എന്താണെന്ന്? സോ റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്ഥിരമായിട്ട് MCQ ആയിട്ട് ചോദിക്കുന്നതാണ് 2 മാർക്സിന്. ലീൻ എന്താണെന്ന്, പർട്ടിക്കുലർ ലീൻ, നമുക്ക് ജനറൽ ലീൻ, പർട്ടിക്കുലർ ലീൻ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. എന്തായിരിക്കും അത്? റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ്. നമ്മുടെ ഗുഡ്സ്, നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു, നമ്മളിപ്പോൾ തയ്യക്കടയിൽ ഒരു തുണി തയ്ക്കാൻ കൊടുത്തു, അവർക്ക് എന്താണ്, അവർക്ക് ചില റൈറ്റ്സ് ഉണ്ട്, അത് ഹോൾഡ് ചെയ്ത് വെക്കാം. നിങ്ങൾ ആ കാശ് തയ്യക്കൂലി കൊടുത്തില്ലെങ്കിൽ അവരെന്താ പറയുക, ഞങ്ങൾ ഈ തയ്ച്ച സാധനം ഈ തയ്ച്ച മെറ്റീരിയൽ നിങ്ങൾക്ക് തരില്ല എന്ന് പറയാൻ ആർക്ക് അവകാശമുണ്ട്? ആ തയ്യക്കാരന് അവകാശമുണ്ട്. സോ എന്താണ്, അതാണ് ലീൻ എന്ന് പറയുന്നത്. ലീനാണ് ചില റൈറ്റ് ഉണ്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ, ചില ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ എന്താ, റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് ഓർ സെക്യൂരിറ്റീസ് ഓഫ് എ ഡെപ്റ്റർ. ഒരു ഡെപ്റ്ററിൻ്റെ ഗുഡ്സും സെക്യൂരിറ്റീസും നമുക്ക് എന്തേ പറ്റും, റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ റൈറ്റാണ് എന്ത്, ലീൻ എന്ന് പറയുന്നത്. സോ അൺടിൽ ഡെറ്റ് ഇസ് റീപെയ്ഡ്, അതായത് ആ കടം തിരിച്ചു കൊടുക്കുന്നിടം വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെനിക്ക് സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ പറ്റും, കൊടുക്കണ്ട. ഓക്കെ, അതിനാണ് റൈറ്റ് ടു ലീൻ, റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ബൈ ബാങ്കേഴ്സ് ടു സെക്യൂർ ഡ്യൂസ്. എന്താണ്, ബാങ്കിൽ നമ്മൾ സ്വർണ്ണപ്പണയം വെക്കുമ്പം അവന് മൊത്തം ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ അമൗണ്ടും എല്ലാം അടച്ചു തീർത്താൽ മാത്രമേ അവരെന്ത് ചെയ്യും, നമ്മുടെ ആ സ്വർണ്ണം സെക്യൂരിറ്റി ആയി വെച്ച സ്വർണ്ണം നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. സോ അതിന് എന്താണെന്ന് പറയാം, ലീൻ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ബാങ്ക് ഹോൾഡിംഗ് കസ്റ്റമേഴ്സ് ഗോൾഡ് എഗെയിൻസ്റ്റ് എ ലോൺ. കണ്ടോ, മിസ് ഇപ്പം ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ആണ് അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഓക്കെ, then what do you mean by general lien? എന്താണ് ജനറൽ ലീൻ എന്ന് നോക്കാം. റൈറ്റ് ടു റീറ്റെയിൻ ഓൾ അസറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിൻ്റെ എല്ലാ അസറ്റ്സും നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബാങ്ക് ഹോൾഡ്സ് കസ്റ്റമേഴ്സ് FD ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഓവർഡ്രാഫ്റ്റ്. ഇപ്പോൾ എനിക്ക് ഒരു ബാങ്കിൽ, ഒരു പർട്ടിക്കുലർ ബാങ്കിൽ എനിക്ക് എന്തുണ്ട്, എനിക്ക് FD ഉണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട് മിസ്സിന്. എന്നാൽ എനിക്ക് മിസ്സിന് അതുപോലെ തന്നെ കുറേ ഓവർഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഓവർഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മിസ്സിന് ആ ബാങ്ക് എന്ത് ചെയ്യും, അവർ ഹോൾഡ് ചെയ്ത് വെക്കും അത്. ഓക്കെ, അവർക്ക് ആ അസറ്റ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. സോ അതിനെയാണ് എന്താന്ന് പറയുന്നത്, ജനറൽ ലീൻ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം, ജനറൽ ലീൻ എന്ന് പറയാൻ പറ്റും. റൈറ്റ് ടു റീറ്റെയിൻ ഓൾ അസറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. എന്താണ് റൈറ്റ് ടു റീറ്റെയിൻ ഓൾ അസറ്റ്സ് ഓഫ് ദ കസ്റ്റമർ ഫോർ ജനറൽ ബാലൻസ് ഡ്യൂ. ഉണ്ടോ, ഫോർ ജനറൽ ബാലൻസ് ഡ്യൂ. ഇംപ്ലൈഡ് ഫോർ ബാങ്കേഴ്സ് അൺലെസ് ഓർ അതർവൈസ് എഗ്രീഡ്. എന്താണ് ഇംപ്ലൈഡ് ഫോർ ബാങ്കേഴ്സ് അൺലെസ് ഓർ അതർവൈസ് എഗ്രീഡ്. എഗ്രി ചെയ്താലും ഇല്ലെങ്കിൽ എന്താണ്, ബാങ്കർ ഇപ്പം ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യും. കണ്ടോ, റൈറ്റ് ടു റീറ്റെയിൻ ഓൾ അസറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. വാട്ട് ഡു മീൻ ബൈ പർട്ടിക്കുലർ ലീൻ? എന്താണ് പർട്ടിക്കുലർ ലീൻ എന്ന് നോക്കാം നമുക്ക്. റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് ഫോർ സ്പെസിഫിക് ഡെറ്റ്. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് ഡെറ്റിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യും. ഈ ഗുഡ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ജുവലർ ഹോൾഡിംഗ് റീപെയ്ഡ് ഓർണമെന്റ്സ് അൺടിൽ ബിൽ ഇസ് പെയ്ഡ്. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തയ്യക്കടയിൽ എന്താ, നമ്മളൊരു തുണി കൊടുക്കുന്നു, അവർ തയ്ച്ച് തരാൻ പോകുമ്പോൾ നമ്മൾ പറയാം, നമ്മൾ ഇനി പൈസ തരുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്, ആ സ്പെഷ്യൽ ലീൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പർട്ടിക്കുലർ ലീൻ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ പർട്ടിക്കുലർ ലീനിൽ എന്താ പറയുന്നത്, അവർക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ സ്പെസിഫിക് ഡെറ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ആ തുണി തിരിച്ചു തരും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാട്ട് യു മീൻ ബൈ ഗാർണിഷി ഓർഡർ. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കിയാലോ. A Garnishee order is a court order. Very, very important. Garnishee order എന്താണ്, ഒരു കോർട്ട് ഓർഡർ ആണ്. കോടതി നമുക്ക് എന്താണ് ഒരു ഓർഡർ തരുവാണ്. എന്തിനായിരിക്കും നമുക്ക് അങ്ങനെ തരുന്നത്? ഇഷ്യൂഡ് ടു എ ബാങ്ക് ഓർ എനി ഡെറ്റർ ഓഫ് എ ജഡ്ജ്മെന്റ് ഡെറ്റർ. എന്താണ് ഇഷ്യൂഡ്, ഒരു ബാങ്കിനായിരിക്കും ഇത് കൊടുക്കുന്നത്. എന്താണ്, ഒരു ബാങ്കിനോ അല്ലെങ്കിൽ കടക്കാരനോ ആയിരിക്കും കൊടുക്കുന്നത്. എന്താണ്? സോ ഇവിടെ പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് ഡെറ്റർ. ആരാണ് ജഡ്ജ്മെന്റ് ഡെറ്റർ? എന്താണ് ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് ഡെറ്റർ is a person or party who has been ordered by a court
ടു പേ മണി ടു അനദർ പേഴ്സൺ. അതായത് കോടതി പറയുകയാണ് എൻ്റെ അടുത്ത് ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോൾ ഞാനാണ് അവിടെ പേയ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആണ്, ഞാനാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ഓക്കെ, എന്നോടാണ് കോടതി പറയുന്നത്, മിസ്സിനോട് കോടതി പറയുന്നുണ്ട് ഇത്ര തുക, ഇത്ര ലക്ഷം രൂപ ഇന്ന ആൾക്ക് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ ആരായി? ജഡ്ജ്മെൻറ്റ് ഡെറ്ററായി. സോ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് വെച്ചാൽ ഒരു കോർട്ട് ഓർഡറാണ്. ബാങ്കാണ് ഇത് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇഷ്യൂ ടു എ ബാങ്കിന് കൊടുക്കും. എന്നിട്ട് എന്താണ് പറയുന്നത്? ഡയറക്റ്റ് ചെയ്യും, ഇന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ അങ്ങോട്ട് കൊടുത്തിരിക്കണം എന്ന്. കണ്ടോ? ഓർ എനി ഡെറ്റർ ഓഫ് എ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഡയറക്റ്റിംഗ് ദം ടു ഫ്രീസ് ആൻഡ് പേ ഫണ്ട്സ്. അപ്പോൾ എന്താ പറയുന്നത്? ബാങ്കിനോട് പറയും ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുക, ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് വേണം? ഇത്ര തുക ഇന്നാളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസം പോകണമെന്ന് എന്താണ് കോർട്ട് തന്നെ ഓർഡർ ചെയ്യും. ഈ കോർട്ട് ഓർഡർ ചെയ്താൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഗാർണിഷി ഓർഡർ എന്ന് പറയാം. ഗാർണിഷി ഓർഡറിൽ എന്താ കോടതി എന്താ പറയുന്നത്? കോടതി ഒരു ഉത്തരവിറക്കും. അതിൽ പറയും ഇന്നാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്താൽ ഇന്നാളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഇത്ര തുക പോകട്ടെ എന്ന് പറയുമ്പോൾ എന്താണ്? ആരെക്കുറിച്ചാണോ പറയുന്നത്? അയാൾ ആരാവും? ജഡ്ജ്മെൻറ്റ് ഡെറ്ററാവും. ഇനി ഏത് ബാങ്കിനാണോ കൊടുക്കുന്നത്, സോ ഇത് ആർക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്കിനായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഗാർണിഷി ഓർഡർ എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട്. കണ്ടോ? ഇഷ്യൂ അത് ആരെ ഇഷ്യൂ ചെയ്യുന്നത്? കോർട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെൻഡ് ടു എ ബാങ്ക് വേർ ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഹാസ് ആൻ അക്കൗണ്ട്. അതെ, ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആർക്കാണോ മിസ് ആർക്കാണോ കൊടുക്കാനുള്ളത് പൈസ, അപ്പോൾ മിസ്സിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ SBI യിലാണെങ്കിൽ SBI ബാങ്കിനായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഗാർണിഷി ഓർഡർ പോകുന്നത്. ദ ബാങ്ക് ഇസ് ഡയറക്റ്റഡ് ടു ഹോൾഡ് ഓർ ഫ്രീസ് ദ ഫണ്ട്സ്. ബാങ്കിന് എന്താണ് ഡയറക്ഷൻ കൊടുക്കുന്നത്? ബാങ്കിനോട് പറയും, കോടതി പറയും ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുക, അടുത്ത ഇൻകം വരുന്നിടം വരെ, ഇല്ലെങ്കിൽ എന്താണ് അടുത്ത ഫണ്ട് വരുന്നിടം വരെ, ഇല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിലുള്ള തുകയിൽ നിന്ന് എല്ലാ മാസവും എന്ത് ചെയ്യുക? ഇത്ര രൂപ കൊടുക്കുക, ഇന്ന വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറയും. ദ പർപ്പസ് ഇസ് ടു റിക്കവർ മണി ടു പേ ദ ലീഗൽ ജഡ്ജ്മെൻറ്റ് ഓർ ഡെറ്റ്. കണ്ടോ? റിക്കവർ മണി, ആ മണി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്നാൾക്ക് കൊടുക്കാനുണ്ട്, അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാർണിഷി ഓർഡർ നമ്മൾ റിലീസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുന്നത്. ദ ബാങ്ക് ഇസ് കോൾഡ് ഗാർണിഷി. ബാങ്കിനെ എന്താ പറയുന്നത്? ബാങ്കിനെ നമ്മളിവിടെ ഗാർണിഷി എന്നാണ്. ഇവിടെ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഉണ്ട്, ഗാർണിഷി ഉണ്ട്, ഗാർണിഷി ഓർഡർ ഉണ്ട്. കണ്ടോ? ഗാർണിഷി ആരാണ്? നമ്മൾ ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത്? ആ ബാങ്കിന്, ഒരു പർട്ടിക്കുലർ ബാങ്കിനാണ് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ അവരെ നമ്മൾ എന്താന്ന് പറയും? ഗാർണിഷി എന്ന് പറയും. ആൻഡ് ഇറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ കോർട്ട് ഓർഡർ. ഈ ബാങ്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ നമ്മുടെ ഗാർണിഷി ഓർഡറിൽ എന്താണോ പറയുന്നത് അത് നിർബന്ധമായിട്ട് എന്തിരിക്കണം? പാലിച്ചിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ കസ്റ്റമർ എക്സ് ഓസ് 10,000 ടു അനദർ പാർട്ടി. എന്താണ്? ഞാൻ ഇപ്പം മിസ് എ ആണെന്ന് വിചാരിക്കുക. മിസ് ഇപ്പം എന്താ 10,000 റുപ്പീസ് വേറൊരാൾക്ക് കൊടുക്കാനുണ്ട്. ആസ് പെർ കോർട്ട് ജഡ്ജ്മെൻറ്റ് ദ കോർട്ട് ക്യാൻ ഇഷ്യൂ എ ഗാർണിഷി ഓർഡർ. എൻ്റെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണോ ഉള്ളത് ആ ബാങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാർണിഷി ഓർഡർ കോർട്ടിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും? ദ ബാങ്ക് എന്ത് ചെയ്യും? ആ 10,000 റുപ്പീസ്, മിസ്സിൻ്റെ അക്കൗണ്ടിൽ 20,000 റുപ്പീസ് ഉണ്ടെന്ന് ആ 10,000 പർട്ടിക്കുലർ ആ 10,000 ഫ്രീസ് ചെയ്ത് വെക്കും. ഫ്രം എക്സ് അക്കൗണ്ട് ദ എമൗണ്ട് ഇസ് ദെൻ പേ ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ആർക്കാണോ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആരാണ്? ആർക്കാണോ മിസ് കൊടുക്കാനുള്ളത്? മിസ്സാണ് കൊടുക്കാനുള്ളത്. മിസ് കൊടുക്കാനാണ് മിസ്സിന് എന്തെന്ന് പറയും? ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്ന് പറയും. ആർക്കാണോ കൊടുക്കാനുള്ളത് അയാൾ ആരാവും? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആവും. അപ്പം എന്താണ്? ദ എമൗണ്ട് ഇസ് ദെൻ പേഡ് ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ത്രൂ ലീഗൽ പ്രോസസ്. ലീഗൽ പ്രോസസ് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ കടമെല്ലാം കൊടുത്തു തീർക്കും. ഓക്കെ, സോ അടുത്ത വാട്ട് ഡു യു മീൻ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് നോക്കാം. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? ട്രാൻസ്ഫറബിൾ ഡോക്യുമെൻറ്റ് ഗ്യാരൻറ്റിങ് പേയ്മെൻറ്റ്. അതെ, അതൊരു ട്രാൻസ്ഫറബിൾ ഡോക്യുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം അതെന്താണ്. അതൊരു ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ്? ട്രാൻസ്ഫറബിൾ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഗ്യാരൻറ്റിങ് പേയ്മെൻറ്റ്, അതിന് എന്തുണ്ട്? പേയ്മെൻറ്റ് ഗ്യാരൻറ്റീഡ് ആണ്. പേയ്മെൻറ്റ് ഗ്യാരൻറ്റി ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പേബിൾ ടു ഓർഡർ ഓർ ബെയറർ. എന്താണ് പേബിൾ ടു ഓർഡർ ഓർ ബെയറർ എന്ന് പറഞ്ഞാൽ? ബെയറർ എന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണോ ഇപ്പം മിസ് ഒരു ചെക്ക്, ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്, അയാളുടെ കയ്യിൽ കൊടുത്തെങ്കിൽ അയാൾ എന്താണ്? അയാളാണ് ബെയർ ചെയ്യുന്ന ആൾ, ആ ചെക്ക് കൊണ്ടു നടക്കുന്ന ആൾ. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റും? അയാളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സോ അയാളായിരിക്കും ആ ചെക്ക് എന്താണ് ആ ചെക്കിൻ്റെ ബെയറർ. സോ അയാളെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അയാൾ ബെയർ ചെയ്യുന്നു, സോ അയാൾ ബെയർ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ടു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു ഓർഡർ എന്ന് വെച്ചാൽ ഈ ചെക്ക് കിട്ടിയ ആൾ പറയാണ് ഇന്ന ആൾക്ക് പേ ചെയ്യുക, ഇപ്പം എഴുതുകയാണ് പേ ടു മിസ്റ്റർ എ ഓർ ഓർഡർ എന്ന് നമുക്ക് കാണുകയാണെങ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ മിസ്റ്റർ എക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ മിസ്റ്റർ എ ആരെയാണോ പറയുന്നത്, മിസ്റ്റർ എ പറയാണ്, മിസ്റ്റർ എക്ക് ചെക്ക് കിട്ടി, എന്നിട്ട് മിസ്റ്റർ എ പറയാണ്, എ പറയുന്നു ഈ ചെക്ക് ബിക്ക് കൊടുത്തേക്കാം
എന്ന് പറയുകയാണെങ്കിൽ ബാക്കിൽ സൈൻ ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം എന്താ, ഓർഡർ ആർക്കാണോ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ടു ഓർഡർ പേ ടു എ ഓൺലി എന്ന് പറയുമ്പോൾ എന്താണ്, എക്ക് മാത്രം കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. പേ ടു എ ഓർ ഓർഡർ എന്ന് വെച്ചാൽ എ ആർക്കാണോ പറയുന്നത് അവർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഗവൺ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഗവൺ ചെയ്യുന്നത് എന്താണ്, ഗവൺ ബൈ ഏത് ആക്ടാണ് ഇതിനെ ഗവൺ ചെയ്യുന്നത്, എല്ലാ റൂൾസും റെഗുലേഷൻസും എവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. യെസ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881. എക്സാമ്പിൾ എന്താണ്, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് ഇതിൻ്റെ ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്യാരണ്ടി പേയ്മെൻറ്റും കൂടെ ഉള്ള കാര്യമാണ്. ഹലോ ഷേബ. അടുത്ത, വാട്ട് യു മീൻ ബൈ പ്രോമിസറി നോട്ട്? എന്താണ് പ്രോമിസറി നോട്ട് എന്ന് നോക്കാം. റിട്ടേൺ പ്രോമിസ് ടു പേ മണി. നമ്മൾ എന്താണ് പ്രോമിസറി നോട്ട് പ്രത്യേകം പറയുന്നുണ്ട്. റിട്ടേൺ പ്രോമിസ് ആണ് എന്താണ്, മണി പേ ചെയ്യാമെന്ന് നമ്മൾ എന്താണ് റൈറ്റ് ചെയ്ത് പ്രോമിസ് ചെയ്യണം, ഞാൻ പേ ചെയ്തോളാം എന്ന്. മേ ബി ഡൺ ബൈ വൺ പേഴ്സൺ ടു അനദർ. എന്താണ്, ഒരാളാണ് പറയുന്നത് മറ്റൊരാളോട് ഞാൻ ഇന്ന തീയതിക്കകം ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ തുക തന്നിരിക്കുമെന്ന്. ഓക്കെ, അൺകണ്ടീഷണൽ ആൻഡ് ഫോർ സർട്ടൺ എമൗണ്ട്. ഇത്ര തുകയെന്ന് പറയുന്ന ഒരു കാര്യം കാണും. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ, നമുക്കത് കണ്ടീഷൻസ് ഒന്നും വെക്കാൻ ഒട്ടും പറ്റത്തില്ല. അൺകണ്ടീഷണൽ ആണ്, സർട്ടൺ എമൗണ്ട് കാണും, സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ മേക്ക് ചെയ്യുന്നത്, ഇപ്പം മിസ്സാണ് ആ പ്രോമിസ് നോട്ട് മേക്ക് ചെയ്യുന്നതെങ്കിൽ മിസ് എന്ത് ചെയ്യും, മിസ് സൈൻ ചെയ്യും. ഞാൻ ഐ പ്രോമിസ് ടു പേ ദ എമൗണ്ട് നമ്മൾ മിസ് എഴുതും, ഐ പ്രോമിസ് ടു പേ a sum of ₹10,000 to Mr. B എന്ന് പറഞ്ഞ് മിസ് ഇങ്ങനെ എഴുതിയിട്ട്, മിസ്സാണ് ഈ പ്രോമിസറി നോട്ട് എന്ത് ചെയ്തത്, പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, എന്നിട്ട് മിസ് എന്ത് ചെയ്യും, മിസ് തന്നെ ഒപ്പിടും. കണ്ടോ, അപ്പോൾ എന്താണ്, മിസ്സാണ് ഈ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്തെങ്കിൽ മേക്കർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, യെസ്, സൈൻ ചെയ്യേണ്ടത്. സിമ്പിൾ, അതാണ് പ്രോമിസറി നോട്ട്. വളരെ സിമ്പിൾ അല്ലേ പ്രോമിസറി നോട്ടൊക്കെ. ഓക്കെ, ഇനി അടുത്ത ഹൂ ഈസ് എ ഡ്രോയർ. അടുത്ത എന്താണ്, ഹൂ ഈസ് എ ഡ്രോയർ. നമുക്ക് നോക്കാം, ആരാണ് ഡ്രോയർ. എ പേഴ്സൺ ഹു ക്രിയേറ്റ്സ് ദ ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ്, മിസ്സാണ് നേരത്തെ എന്ത് ചെയ്തത്, അതെ, മേക്കർ ഓർ ഡ്രോയർ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സോ മിസ്സാണ് നേരത്തെ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തല്ലേ, മേക്ക് ചെയ്തത്, അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഡ്രോയർ എന്ന് പറയാം. കാരണം എന്താ, സൈൻ ചെയ്തത് മിസ് തന്നെയാണ്. ഓർഡേഴ്സ് പേയ്മെന്റ് ടു ബി മെയ്ഡ്, സൈൻസ് ദ ചെക്ക് ഓർ ബിൽ. മിസ് എന്ത് ചെയ്തു, നേരത്തെ സൈൻ ചെയ്തു. സോ എന്തെന്ന് പറയാം, ഡ്രോയർ എന്നും പറയാൻ പറ്റും. ക്യാൻ ബി എ സെല്ലർ ഇൻ ട്രേഡ്, അതെന്ത് സെല്ലറും ആവാം ട്രേഡിൽ. ബിസിനസ് ഇഷ്യൂയിങ് ചെക്ക് ടു സപ്ലയർ, ബിസിനസ് ഇഷ്യൂയിങ് ചെക്ക് ടു സപ്ലയർ, അതിലാരാണ് ചെക്ക് ഡ്രോ ചെയ്യുന്ന ആളെ എന്തെന്ന് പറയാൻ, ഡ്രോയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഹൂ ഈസ് എ പേയി. ആരാണ് പേയി, പേഴ്സൺ എൻറ്റൈറ്റിൽ ടു റിസീവ് മണി. ആർക്കാണോ മിസ് മണി കൊടുക്കാനുള്ളത് അയാൾ അയാൾ പേയ് ആണ്. മിസ് ആർക്കാണോ കൊടുക്കാനുള്ളത് അയാൾ ആരാണ്, പേയ് ആണ്. വളരെ സിമ്പിൾ. പേയ് എന്ന് പറയുമ്പോൾ ആരാണ്, ആർക്കാണോ കൊടുക്കാനുള്ളത് അയാൾ നമുക്ക് എന്ത് പറയാം, പേയ് എന്ന് പറയാം. നെയ്മഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഫൈനൽ റെസിപ്പിയന്റ് ഓഫ് ഫണ്ട്. മിസ്റ്റർ എക്സ് റിസീവിംഗ് 10,000 ത്രൂ ചെക്ക് ഫ്രം ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് ആർക്ക് കൊടുക്കണം, എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ 10,000 രൂപ കൊടുക്കുന്ന ആർക്കാണ്, എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്, പേയി. വെരി സിമ്പിൾ. ഹൂ ഈസ് ആൻ എൻഡോർസി. ആരാണ് എൻഡോർസി നമുക്ക് നോക്കിയാലോ. എൻഡോർസി ആരാണ്, ഓക്കെ, പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെന്റ് ഇസ് എൻഡോഴ്സ്ഡ്. അതാണ് എന്ത്, പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെന്റ് ഇസ് എൻഡോഴ്സ്ഡ് ഗെയിൻസ് ലീഗൽ റൈറ്റ് ടു കളക്ട് പേയ്മെന്റ്. നമ്മൾ നേരത്തെ ഒരു എൻഡോഴ്സ്മെന്റിൽ എൻഡോഴ്സറും എൻഡോഴ്സിയും കാണും. എൻഡോഴ്സ്മെന്റിൽ എന്താണ്, ഒരു എൻഡോഴ്സറും കാണും, എൻഡോഴ്സറും എൻഡോഴ്സിയും കാണും. സോ എൻഡോഴ്സി ആരാണ്, ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അയാളാണ് എന്ത്, എൻഡോഴ്സി എന്ന് പറയുന്നത്. സോ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെന്റ് ഇസ് എൻഡോഴ്സ്ഡ്. ആർക്കാണോ നമ്മൾ എൻഡോഴ്സ് ചെയ്ത എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്നത് അയാളെ നമുക്ക് എന്തെന്ന് പറയാം, എൻഡോഴ്സി എന്ന് പറയാം. ഗെയിൻസ് ലീഗൽ റൈറ്റ് ടു കളക്ട് മണി. അയാൾക്ക് എന്താ പൂർണ്ണ അവകാശമുണ്ട്. മിസ് ഇപ്പം ഒരു ചെക്ക് ആയിക്കോട്ടെ, അതിലെന്താണ് ബാക്കിൽ എൻഡോഴ്സ്മെന്റ് എഴുതിയിട്ട് ഒരാളുടെ പേര് എഴുതിയിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താ, അവർക്ക് മിസ് കൊടുക്കുകയും ചെയ്യാം, അവർക്ക് പൂർണ്ണ അധികാരമുണ്ട് ആ പൈസ കളക്ട് ചെയ്യാനും. ഓക്കെ, മസ്റ്റ് ബി നെയിംഡ് ഇൻ ദ എൻഡോഴ്സ്മെന്റ്. ആ പേര് വ്യക്തമായിട്ട് നമ്മൾ ആ എൻഡോഴ്സ്മെന്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ക്യാൻ എൻഡോഴ്സ് ഫർദർ, അത് വീണ്ടും എൻഡോഴ്സ് ചെയ്യാനും പറ്റും. മിസ്റ്റർ വൈ റിസീവ്സ് എൻഡോഴ്സ്ഡ് ചെക്ക് ഫ്രം മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിൽ നിന്ന് ഒരു എൻഡോഴ്സ്ഡ് ചെക്കാണ് ആർക്ക് കിട്ടുന്നത്, മിസ്റ്റർ വൈക്ക് കിട്ടുന്നത്. ഓക്കെ, അതെന്തിനായിട്ട് ഫർദർ എൻഡോഴ്സ് ചെയ്യാനും നമുക്ക് പറ്റും.
ഹു ആർ ദ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്? ആരാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കസ്റ്റമേഴ്സ് വിത്ത് സ്പെഷ്യൽ ലീഗൽ റൈറ്റ്. സ്പെഷ്യൽ ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഇൻക്ലൂഡ്സ് മൈനേഴ്സ്, മാരീഡ് വുമൺ ആൻഡ് കമ്പനീസ്. എന്താണ്? വളരെ ഈസി. മൈനേഴ്സ് ആണെങ്കിലും മാരീഡ് വുമൺ കമ്പനീസ്, ഇവർക്കൊക്കെ എന്താണ്? ഇവർക്കൊക്കെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. കാരണം ഒരു കമ്പനി അക്കൗണ്ട് എടുക്കണമെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അക്കൗണ്ട് എടുക്കണമെങ്കിലും അതുപോലെ ഈ മൈനർ അക്കൗണ്ട് എടുക്കണം എന്താണ്? ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സ്പെസിഫിക് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ഇപ്പോൾ മൈനർ തന്നെ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഗാർഡിയൻസ് കൺസെൻറ്റ് ഒക്കെ വേണം ടു ഓപ്പൺ എ മൈനേഴ്സ് അക്കൗണ്ട്. സോ ഇതിനെയൊക്കെ നമുക്ക് ഇവരെയൊക്കെ എന്തെന്ന് പറയാൻ പറ്റും? ഇവരെയൊക്കെ നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റും. മാരീഡ് വുമൺ ഇവിടെ റോങ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഹൂ ഈസ് എ മൈനർ? ആരാണ് മൈനർ? നമുക്കറിയാം ആരായിരിക്കും മൈനർ എന്ന് പറയുന്നത്? പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ്. നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മൈനർ എന്ന് പറയാൻ പറ്റും അല്ലേ? പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മൈനർ ആണെന്ന് പറയാം. കനോട്ട് എൻറ്റർ വാലിഡ് കോൺട്രാക്ട്സ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാലിഡ് കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാലിഡ് കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ബാങ്ക് മസ്റ്റ് ഓപ്പൺ അക്കൗണ്ട് അണ്ടർ ഗാർഡിയൻഷിപ്പ്. ബാങ്ക്സ് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ബാങ്ക്സ് വളരെയധികം നിർബന്ധിതരാണ്. എന്താണ്? ഗാർഡിയൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഗാർഡിയൻ്റെ കൺസെൻറ്റോട് കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ആർക്ക്? മൈനേഴ്സിന്. ഓക്കെ, മൈനർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ. മൈനറിനെ എല്ലാ കാര്യത്തിലും ലയബിൾ ആക്കാൻ മൈനർ ഇപ്പോൾ ഒരു അക്കൗണ്ട് എടുത്തും അക്കൗണ്ടിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിൾ ആക്കാൻ പറ്റില്ല. ലയബിലിറ്റി ഇല്ല. മൈനറിന് ഒരു കാരണവശാലും ലയബിലിറ്റി വരില്ല. A 16-year-old student has savings account with father's consent. ഫാദറിൻ്റെ കൺസെൻറ്റോടുകൂടി എന്താണ്? ഒരു 16-year-old ആയ ചൈൽഡിന് എന്തുണ്ട്? ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ക്ലേറ്റൺസ് കേസ്. ക്ലേറ്റൺസ് കേസ് എന്താണ്? വളരെ ഈസി ആയിട്ടൊരു കാര്യമാണ് ഈ ക്ലേറ്റൺസ് കേസ്. അതുപോലെ തന്നെ എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലേറ്റൺസ് കേസ് എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ക്ലേറ്റൺസ് കേസ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം നമുക്കൊരു എക്സാമ്പിൾ വായിച്ചിട്ട് നോക്കാം. സപ്പോസ് എ കസ്റ്റമർ ഓസ് 10,000 ടു എ ബാങ്ക് ആൻഡ് ലേറ്റർ ഡിപ്പോസിറ്റ് 10,000 ഇൻ ടു ദ അക്കൗണ്ട്. ഓക്കെ, അപ്പം മിസ്സിന് എന്താണ്? എ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുണ്ട്? ബാങ്കിൽ ഏതെങ്കിലും ബാങ്ക് ആയിക്കോട്ടെ, ഇവിടെ എന്തുണ്ട്? അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ട് ബാങ്കിന് എന്ത് കൊടുക്കാനുണ്ട്? ബാങ്കിന് 10,000 റുപ്പീസ് കൊടുക്കാനും ഉണ്ട്. 1000 രൂപ എന്താണ്? കടമാണ്. ബാങ്കിന് കൊടുത്തേ പറ്റൂ. ഓക്കെ, അതുപോലെ തന്നെ മിസ്സിന് വേറൊരു ബാങ്കിലും ഉണ്ട് അക്കൗണ്ട്. വേറെ ബാങ്ക് HDFC ആയിക്കോട്ടെ. അവിടെ മിസ്സിന് എന്തുണ്ട്? 1000 രൂപ കടമുണ്ട്. പക്ഷെ മിസ് ആദ്യം കടമെടുത്ത എവിടെ നിന്നാണെന്ന് അറിയാമോ? SBI എന്നാണ്. ഇനി വേറൊരു ബാങ്കിലും കടമുണ്ടെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു ബാങ്കിലും കടമുണ്ട്. ഓക്കെ, ഡെറ്റ് 3. ഓക്കെ, ഇതെടുത്ത എന്നാണ്? ഇത് 2-ാം തീയതിയാണ് എടുത്തതെന്ന് വെച്ചോ. ഇത് 3-ാം തീയതി എടുത്തു. ഇത് 4-ാം തീയതി എടുത്തു. ഓക്കെ, ഡേറ്റ്. അപ്പം ആദ്യത്തെ ഡെറ്റ് SBIയിലെ ഡെറ്റാണ് ആദ്യത്തെ. അപ്പം മിസ് എന്ത്? ഈ അക്കൗണ്ടിലേക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ഡെറ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ ബാങ്കിൽ മാത്രമല്ല ഈ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് ഡെറ്റുകൾ വരുന്നുണ്ട്. 1000 രൂപയുടെ ആദ്യത്തെ ഡെറ്റ് വരുന്നുണ്ട്, വീണ്ടും 2000 രൂപയുടെ ഡെറ്റ് വരുന്നുണ്ട്, വീണ്ടും ഒരു 5000 രൂപ, അങ്ങനെ ഒരുപാട് കൊടുത്തു തീർക്കാൻ ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? ബട്ട് അങ്ങനെയാണെങ്കിലും ഞാൻ ആദ്യം ഒരു 1000 രൂപ ഈ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇൻ ടു ദ അക്കൗണ്ട് ആസ് പെർ ക്ലേറ്റൺസ് റൂൾ ദ ഡെപ്പോസിറ്റ് എമൗണ്ട് വിൽ ബി യൂസ് ടു സെറ്റിൽ ദ ഏർലിയർ 1000 ഡെറ്റ് ഫസ്റ്റ്. ആദ്യം ഏതാണോ തീർക്കാനുള്ളത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്? തീർന്ന് പോകുന്നത്. ആദ്യത്തെ കടം ഏതാണോ അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് ആ പറയുന്നത്. ആദ്യം ഒരു 1000 രൂപ ഇട്ടെങ്കിൽ ആദ്യം ഏതാണോ ലോൺ എടുത്തത് ആ ബാങ്കിൽ നിന്ന് ഒരുപാട് ഫസ്റ്റ് ലോൺ ഏതാണോ അതിനായിരിക്കും അടഞ്ഞു പോകുന്നത്. കണ്ടോ, അതിപ്പോൾ അക്കൗണ്ടിൽ ഡെറ്റ് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, ഔട്ട്സ്റ്റാൻഡിങ് ആയിക്കോട്ടെ, എന്തോ കാര്യങ്ങളായിക്കോട്ടെ, അതിപ്പോൾ ഏതാണോ ഫസ്റ്റ് നിൽക്കുന്നത് അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അടച്ചു തീർക്കുന്നത്. ദിസ് പ്രിൻസിപ്പിൾ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് ഡെറ്റ് റിക്കവറി. ഇതെന്താണ്? പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം എന്താ? നമുക്ക് ഡെറ്റ് റിക്കവറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ക്ലേറ്റൺസ് റൂൾ. കാരണം ആ റൂൾ വന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട്സ് ദ ബാങ്ക്സ് റൈറ്റ് ടു അപ്ലൈ ഇൻകമിംഗ് ഫണ്ട്സ് ടു ഓൾഡർ ഡ്യൂസ്. പഴയ ഡ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഡ്യൂസിലേക്ക് ഇൻകമിംഗ് ആയിട്ട് ഒരു ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റും. ഈവൻ വെൻ മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് എക്സിസ്റ്റ് ഇൻ എ സിംഗിൾ അക്കൗണ്ട്. ഒരു സിംഗിൾ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് തീർക്കാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിങ്ങോ ഓവർ ഡ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻകം വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഏതാണോ ഡെറ്റ് അടച്ചു തീർക്കാനുള്ളത് അതിലേക്കായിരിക്കും ആദ്യത്തെ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും അടച്ചു തീർക്കുന്നത്. ഒരുപാട് ലോൺ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്? ആദ്യത്തെ ലോണിന് ഇൻട്രസ്റ്റ് ആയിരിക്കും പോകുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം.
ഈസിലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് എന്താണ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഇൻവോൾവ്സ് എ പ്രോമിസ് ഓർ ഓർഡർ ടു പേ, അതെന്താണ് ഒരു പ്രോമിസ് ആണ്, ഇല്ലെങ്കിൽ എന്താണ് ഒരു ഓർഡറാണ്, ടു പേ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡറാണ്. പേബിൾ ഏതർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ഏതർ ഓൺ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഞാനിപ്പോൾ ഒരു ഡേറ്റ് പറയുന്നത് ഇന്ന ദിവസം കൊണ്ട് തരണം, ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. സോ ഏതർ പേബിൾ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ ഓർ ഡ്രോയർ, ഡ്രോയർ ആണെങ്കിലും മേക്കർ ആണെങ്കിലും അതെന്താ മസ്റ്റ് ബി സൈൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കണം. എമൗണ്ട് മസ്റ്റ് ബി സർട്ടൺ ആൻഡ് അൺകണ്ടീഷണൽ, എമൗണ്ട് വളരെ എമൗണ്ട് എന്തായിരിക്കണം, വളരെ സർട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ അൺകണ്ടീഷണലാണ്. നമുക്ക് മറ്റ് ഒരു കണ്ടീഷൻസും വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇന്ന കണ്ടീഷൻസ്, ഞാൻ ഇത്ര കണ്ടീഷൻസ് ചെയ്താൽ മാത്രമേ ഇയാൾ എനിക്ക് പൈസ തരാവൂ, ഇല്ലെങ്കിൽ കണ്ടീഷൻസ് ഞാൻ ഇത്രയും ഫുൾഫിൽ ചെയ്താലേ ഞാൻ കൊടുക്കൂ, അങ്ങനെയൊരു കണ്ടീഷൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല. അൺകണ്ടീഷണൽ. ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ, ട്രാൻസ്ഫറിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ടൈറ്റിലും കിട്ടും, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു ടൈറ്റിലും കിട്ടാൻ പറ്റും. അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. Includes check, promissory note, bill of exchange, governed by Negotiable Instruments Act 1881. Negotiable Instruments Act, Negotiable Instruments ne govern ചെയ്യുന്നത് എന്താണ്, governed by Negotiable Instruments Act 1881. Can be endorsed and further negotiated. Endorse ചെയ്യാൻ പറ്റും, വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഡിഫൈൻ എ ചെക്ക്, എന്താണ് ചെക്ക് എന്ന് നോക്കാം. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ചെക്ക്? Definition: a check is a bill of exchange drawn on a bank payable on demand. എന്താണ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, drawn on a bank payable on demand. Must be in writing, unconditional order to pay. സെയിം കാര്യങ്ങൾ ഇവിടെ എന്താണ്, drawn upon a specific bank. നമ്മൾ എന്താണ് ഡ്രോ ചെയ്യുന്നത് സ്പെസിഫിക് ബാങ്ക്, കാരണം ചെക്ക് ആയതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. നമ്മൾ ഡ്രോ ചെയ്യുന്നത് എവിടെയാണ്, സ്പെസിഫിക് ബാങ്കുകളിലായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുന്നത്. Must specify the payee, എമൗണ്ട് മസ്റ്റ് ബി സർട്ടൺ ആൻഡ് മസ്റ്റ് ബി ഡേറ്റഡ് ഉണ്ടാവും. മസ്റ്റ് സ്പെസിഫൈ, പേയെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. എമൗണ്ട് എന്താണ്, സർട്ടൺ ആണ്, അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിരിക്കണം, ഡേറ്റ് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. പേയബിൾ ഓൺ ഡിമാൻഡ് ഓൺലി, ഡിമാൻഡ് ചെയ്യുമ്പോൾ അതായത് ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തത്, പേയബിൾ ഓൺ ഡിമാൻഡ് ഓൺലി, ആ ഡേറ്റിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. എ ചെക്ക് ഓഫ് 10,000 ഡ്രോൺ ബൈ എ ഓൺ HDFC ഇൻ ഫേവർ ഓഫ് ബി ആണ്. ചെക്ക് നമ്മൾ എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ആരെ ഡ്രോ ചെയ്തത്, എ ഓൺ HDFC ബാങ്ക് ഇൻ ഫേവർ ഓഫ് ബി. നെക്സ്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് പ്രോമിസറി നോട്ട്? ഒരു പ്രോമിസറി നോട്ടിൻ്റെ എസെൻഷ്യൽസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇതെല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം വളരെ സിമിലർ ആയിരിക്കും. മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, കണ്ടെയ്ൻസ് എ ക്ലിയർ ആൻഡ് അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ. മിസ് നേരത്തെ പറഞ്ഞു എന്താണ്, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ എമൗണ്ട് സർട്ടൺ ആയിരിക്കണം, അൺകണ്ടീഷണൽ ഓർഡറും ആയിരിക്കും, കണ്ടീഷൻസ് നമുക്ക് വെക്കാൻ പറ്റില്ല. മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ, ഇത് എന്തായിരിക്കണം, സൈൻഡ് ബൈ ദ മേക്കർ. എമൗണ്ട് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് സർട്ടൺ. പേ മസ്റ്റ് ബി സർട്ടൺ, പേയും ആരായിരിക്കണം, സർട്ടൺ ആയിരിക്കണം, ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. പേ മസ്റ്റ് ബി സർട്ടൺ. ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് പെർ ലോ, നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രോമിസറി നോട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് പെർ ലോ, നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഷുഡ് കണ്ടെയ്ൻ എ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലേസും ഡേറ്റും അതിലൊക്കെ നിർബന്ധമായിരിക്കണം. മസ്റ്റ് ബി പേയബിൾ എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ ഫിക്സ്ഡ് ഡേറ്റോ പേയബിൾ ഓൺ ഡിമാൻഡോ, എന്ത് വേണമെങ്കിലും ആവാം. should not be payable to bearer on demand. കണ്ടോ, should not be payable to bearer on demand. I promise to pay 5,000 to Mr. X after 60 days. കണ്ടോ, 60 days കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും 5,000 രൂപ കൊടുത്തിരിക്കും. ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻസ് വെക്കുന്നുണ്ട്, 60 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞാൻ കൊടുക്കൂ, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്? ഒന്നുമേ കണ്ടീഷൻസ് വെക്കുന്നില്ല. 60 ദിവസം കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ട് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ 5,000 രൂപ കൊടുത്തിരിക്കും എന്ന്. Then, bill of exchange. Must be in writing. Bill of exchange എന്താണ്, റൈറ്റിംഗ്, must be in writing. Must contain an unconditional order. Involves 3 parties. ആരൊക്കെയാണ്, ഡ്രോയി, ഡ്രോയർ ആൻഡ് പേ. ഏതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ആണ്, ഡ്രോയി, ഡ്രോയർ ആൻഡ് പേ. അതുപോലെ തന്നെ മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോയർ, ഡ്രോയർ സൈൻ ചെയ്തിരിക്കണം. എമൗണ്ട് സർട്ടൺ ആയിരിക്കണം. മസ്റ്റ് സ്പെസിഫൈ സ്പെസിഫിക് ഡേറ്റ് ഓർ ബി പേയബിൾ ഓൺ ഡിമാൻഡ്. കണ്ടോ, എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് തന്നെ അത് വന്നിരിക്കണം. Acceptance by drawee is necessary. Should be stamped properly. Must be payable to a person or order. Must be payable to person or order. അടുത്ത നമ്മുടെ essay questions ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള ജനറൽ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം.
ജനറൽ റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റിലേഷൻ വളരെ ജനറൽ റിലേഷൻ എന്താണ്? ഒന്ന് കോൺട്രാക്ച്വൽ റിലേഷൻ ആണ്. അതെങ്ങനെയാണ്? ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻ ആണ് വരുന്നത്, ഒരു കോൺട്രാക്റ്റ് ആണ് വരുന്നത്. സോ ബാങ്കറും കസ്റ്റമറും ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിലേക്കാണ് അവിടെ എൻറ്റർ ചെയ്യുന്നത്. The banker becomes a debtor when the customer deposits money. കസ്റ്റമർ മണി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബാങ്കർ എന്താ? ഒരു ഡെറ്റർ ആവുകയാണ് ചെയ്യുന്നത്, നമ്മൾ ക്രെഡിറ്ററും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സ് ക്രെഡിറ്ററും ആവും, ബാങ്ക് ഡെറ്ററുമാണ്. The banker becomes a creditor when the customer takes a loan. Okay. There is a trustee beneficiary relationship when valuables are deposited. നമ്മൾ വാല്യുവൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ റിലേഷൻഷിപ്പ് എന്തായിട്ടാണ് മാറുന്നത്? യെസ്, ട്രസ്റ്റി ബെനിഫിഷ്യറി ആയിട്ടാണ് മാറുന്നത്. ഇനി അടുത്ത് ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ് എപ്പോഴാണ്? എക്സിസ്റ്റ് വെൻ ഡോക്യുമെന്റ്സ് ആർ ഗുഡ്സ് ആർ എൻട്രസ്റ്റഡ്. നമ്മൾ ബാങ്കിൽ എൻട്രസ്റ്റ് ചെയ്ത ഒരു ഗുഡ്സോ ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് റിലേഷൻഷിപ്പാണ്? ബെയിലർ ബെയിലി റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. ഓക്കെ, ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ്. ബാങ്കർ ആക്ട്സ് ആസ് ആൻ ഏജന്റ് ആൻഡ് കളക്ടിങ് ചെക്ക് ഓർ ബിൽ. നമ്മളിപ്പം ബാങ്കറിന് നമ്മൾ ആദ്യം തന്നെ ഏജൻസി സർവീസ്, യൂട്ടിലിറ്റി സർവീസിനൊക്കെ കൊടുത്തപ്പം ഏജൻസി സർവീസിൽ എന്താണ് നമ്മൾ പറയാണ്? ചെക്ക് കളക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ എന്താ മാറുന്നത്? ബാങ്ക് ഒരു ഏജന്റ് ആയിട്ടാണ്, ഏജൻസി സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ബാങ്ക് ഒരു ഏജന്റ് ആവും അവിടെ. കസ്റ്റമർ ഇസ് ദ പ്രിൻസിപ്പൽ ഇൻ സച്ച് കേസസ്. അവിടെ പ്രിൻസിപ്പൽ ആരാണ്? കസ്റ്റമർ ആണ്. ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ ഏജന്റ് ബാങ്ക് ആകുമ്പോൾ പ്രിൻസിപ്പൽ കസ്റ്റമർ ആയിരിക്കും. ഇൻ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ദ റിലേഷൻഷിപ്പ് ഇസ് പ്ലഡ്ജർ പ്ലഡ്ജി. സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലോൺ വെക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? പ്ലഡ്ജറും പ്ലഡ്ജി ആയിട്ടാണ് അവിടെ എന്താവുന്നത്? റിലേഷൻഷിപ്പ് വരുന്നത്. In mortgage transactions, it becomes mortgager or mortgagee. Mortgage transactionലോ അത് mortgager or mortgagee ആവും. Banker may also accept executor or trustee. ബാങ്കർ എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ടർ ട്രസ്റ്റി ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊക്കെയാണ് ജനറൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ബാങ്കർ ഹാസ് എ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമർ ഇൻഫർമേഷൻസ്. കസ്റ്റമർ ഇൻഫർമേഷൻ സീക്രസി. നമ്മളിപ്പോൾ പോയി ചോദിക്കുകയാണെങ്കിൽ ഇന്നാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുമോ, ഇന്നാളുടെ ബാക്കി ഡീറ്റെയിൽസ് തരുമോ എന്ന് വെച്ചാൽ ബാങ്ക് തരുമോ? നമുക്കില്ല. ബാങ്ക് എപ്പോഴും എന്ത് ചെയ്യും? അത് അവരുടെ ഡ്യൂട്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, സീക്രസി ഓഫ് കസ്റ്റമർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബാങ്ക് ഹാസ് ദ റൈറ്റ് ഓഫ് ജനറൽ ലീൻ. അതായത് നേരത്തെ മിസ് പറഞ്ഞ റീറ്റെയിൻ ഓഫ് ഗുഡ്സ് ഓർ സെക്യൂരിറ്റീസ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. സോ ബാങ്കറിന് എന്തുണ്ട്? ജനറൽ ലീനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ബാങ്കർ ഹാസ് ദ റൈറ്റ് ടു സെറ്റ് ഓഫ് ഫോർ അഡ്ജസ്റ്റിംഗ് ബാലൻസസ്. റൈറ്റ് ടു സെറ്റ് ഓഫ് അതും ആർക്കുണ്ട്? ബാങ്കറിന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പവറാണ് റൈറ്റ് ടു സെറ്റ് ഓഫ്. റിലേഷൻഷിപ്പ് ക്യാൻ ബി ജനറൽ ഓർ സ്പെഷ്യൽ. കണ്ടോ, റിലേഷൻഷിപ്പ് എൻഡ്സ് അപ്പോൺ അക്കൗണ്ട് ക്ലോഷർ, ഡെത്ത് ഓർ ലീഗൽ ഇൻകപ്പാസിറ്റി. ലീഗലി ഇൻകപ്പാസിറ്റി ആണെങ്കിലോ അതുപോലെ തന്നെ എന്താണ്? ഡെത്ത് ഓർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ 3 കേസസിലും എന്താണ്? റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൂ ഇസ് എ മൈനർ? ആരാണ് മൈനർ? വാട്ട് പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ ബൈ ദ ബാങ്കർ വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? എന്ത് സമയത്താണ് ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് നോക്കാം. A minor is person below 18 years of age. അത് നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാവുന്ന കാര്യമാണ്. ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മൈനർ കനോട്ട് എൻ്റർ വാലിഡ് കോൺട്രാക്ട്സ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് എന്താണ്? മൈനറിന് ഒരു കാരണവശാലും ഒരു കോൺട്രാക്റ്റിലേക്ക് പോകാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആവും. കണ്ടോ, വോയിഡ് അബ് ഇൻഷ്യോ. അത് എന്താണ്? ഇൻഷ്യലി തന്നെ അത് എന്തായി മാറും? വോയിഡായിട്ട് മാറും. മൈനർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ ഡെറ്റ്. എന്തെങ്കിലും ഡെറ്റ്സ് വന്നാൽ നമുക്ക് എന്തേ പറ്റില്ല? ഒരു മൈനറിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. A bank can open a savings account in minor's name. The account may be guardian operated or self-operated. Self-operated ആവുന്ന എപ്പോഴാണ്? 10 years എബോ ആണ്, ലിറ്ററേറ്റ് ആണ്, അതുപോലെ തന്നെ വായിക്കുകയും കേൾക്കുകയും മനസ്സിലായും ചെയ്യുകയാണെങ്കിൽ എന്താണ്? സെൽഫ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് കൂടുതൽ എന്താണ്? ഗാർഡിയൻ ഓപ്പറേറ്റഡ് ആയിരിക്കും. ദ അക്കൗണ്ട് മസ്റ്റ് ബി ക്ലിയർലി മാർക്ക്ഡ് ആസ് മൈനസ് അക്കൗണ്ട്. അക്കൗണ്ട് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം മൈനസ് അക്കൗണ്ട് ആണെന്ന്. നോ ഓവർഡ്രാഫ്റ്റ്, ലോൺ ഓർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഷുഡ് ബി അലൗഡ്. ഓവർഡ്രാഫ്റ്റ് ആവട്ടെ, ലോൺ ആവട്ടെ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ഒരു മൈനറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മൈനേഴ്സ് കനോട്ട് ഇഷ്യൂ ചെക്ക് ഓർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. മൈനറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസും ചെക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ഷുഡ് ടേക്ക് ആൻ ഇൻഡെംനിറ്റി ഓർ ഡിക്ലറേഷൻ ഫ്രം ദ ഗാർഡിയൻ. ഇൻഡെംനിറ്റിയും ഡിക്ലറേഷനും എല്ലാം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം? ഗാർഡിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. മൈനറിനാണ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. ദ ബാങ്ക് മസ്റ്റ് എൻഷുർ നോ മിസ്യൂസ് ഓഫ് ദ അക്കൗണ്ട് ബൈ ഗാർഡിയൻ. അതെ, മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പും ആര് വരുത്തണം? ബാങ്ക് അത് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഹൗ ക്യാൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഓപ്പൺ അക്കൗണ്ട് ഇൻ എ ബാങ്ക്? എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നത്?
ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്ക് ബാങ്കിങ്ങിൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എക്സാംസിന് ഇത് മാത്രമേ കൂടുതലും ചോദിക്കത്തുള്ളൂ. A partnership firm is formed by 2 or more persons. Partnership firm എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2 or more persons ചേർന്നിട്ടാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗവൺ ബൈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് എന്ത് പാർട്ണർഷിപ്പ് ഫേംസിലെ പാർട്ണർഷിപ്പ് അത് ഗവൺ ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ഇസ് റിക്വയർഡ് ആസ് പ്രൂഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൻ്റെ പ്രൂഫായിട്ട് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡാണ് നമ്മൾ വെക്കുന്നത്. ഇത്ര പാർട്ട്നേഴ്സാണ് ഉള്ളത്, ഇന്ന പാർട്ട്നേഴ്സ് നമുക്കുണ്ട്, ഇന്ന പാർട്ട്നേഴ്സ് നമ്മൾ എന്താണ് പ്രോഫിറ്റ് ഇന്ന റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? യെസ്, പാർട്ട്ണർഷിപ്പ് ഡീഡിലൂടെയാണ്. ഡീഡ് ഷുഡ് മെൻഷൻ ഫേം നെയിം, പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ഷെയറിങ് എക്സെട്ര. കണ്ടോ, സബ്മിറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇവിടെ ഇതെല്ലാം ബാങ്കിൽ നിങ്ങൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്ക് റിക്വയർസ് പാൻ കാർഡ് ഓഫ് ദ ഫേം. ബാങ്കിന് എന്ത് വേണം? പാൻ കാർഡ് വേണം. ബാങ്കിന് പാൻ കാർഡ്, ഫേമിൻ്റെ പാൻ കാർഡിൻ്റെ ആവശ്യം വരും. KYC ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് മസ്റ്റ് ബി സബ്മിറ്റഡ്. എത്ര പാർട്ട്നേഴ്സ്? 5 പാർട്ട്നേഴ്സ് ആണോ, 6 പാർട്ട്നേഴ്സ് ആണോ, 2 പേരേ ഉള്ളൂ? എല്ലാവരുടെയും എന്ത് വേണം? KYC കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിരിക്കണം എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും. Proof of address for the firm and partners is needed. A letter of authority must state. ഒരു ലെറ്റർ ഓഫ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത് എന്താണ്? ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കാരണം എന്താണ്, 3-4 പേരില്ലെങ്കിൽ 10-15 പേര് ചേർന്നൊരു ഫോം ആവും. ഇതിൽ ആരാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ലെറ്റർ ഓഫ് അതോറിറ്റിയിൽ മെൻഷൻ ചെയ്തിരിക്കണം. ബാങ്ക് റെക്കോർഡ് സ്പെസിമെൻ സിഗ്നേച്ചേഴ്സ് ഓഫ് ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ്. ബാങ്ക് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും സ്പെസിഫൈഡ് സിഗ്നേച്ചേഴ്സ് ഓഫ് ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ്. ഫേം സ്റ്റാമ്പ് സീൽ മേ ബി റിക്വയർഡ് ഓൺ ചെക്ക് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഫോമിൻ്റെ എന്താ സ്റ്റാമ്പോ സീൽ എന്തെങ്കിലും വേണം ചെക്കിലും ഇൻസ്ട്രക്ഷൻസിലും ഒക്കെ. മോഡ് ഓഫ് ഓപ്പറേഷൻ ജോയിൻ്റ് ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ ഡീഡ് അനുസരിച്ച്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും ജോയിൻ്റ് ആയിട്ടായിരിക്കും അക്കൗണ്ട്, ഇല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മോഡ് ഓഫ് ഓപ്പറേഷൻ വ്യക്തമായിട്ട് എഴുതി കൊടുക്കും. ബാങ്ക് ഷുഡ് എൻഷുർ ദാറ്റ് ദ ഫേം ഇസ് നോട്ട് ഡിസോൾവ്ഡ് ഓർ ഇൻ ഡിസ്പ്യൂട്ട്. അത് ഡിസ്പ്യൂട്ടിലല്ല, ഒരു തരത്തിലുള്ള ഡിസ്പ്യൂട്ടും ആ ഫേമിനില്ല എന്നും അതുപോലെ തന്നെ എന്താണ് ഡിസോൾവ്ഡ് അല്ല, കേട്ടോ, ഡിസൊല്യൂഷൻ ഒന്നും വന്നിട്ടില്ല എന്ന കാര്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ബാങ്ക് എൻഷുർ ചെയ്യണം. നോ ക്രെഡിറ്റ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് പ്രോപ്പർ റെസൊല്യൂഷൻ. പ്രോപ്പറായിട്ട് റെസൊല്യൂഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ബാങ്ക് ഫോമിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറക്റ്റ് റെസൊല്യൂഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. ഇൻ കേസ് ഓഫ് ചേഞ്ചസ് ഇൻ പാർട്ട്നേഴ്സ് ബാങ്ക് മസ്റ്റ് ബി ഇൻഫോം. പാർട്ട്നേഴ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ 10 പേരുണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ ചുരുക്കി 5 പാർട്ട്നേഴ്സ് ഇപ്പം ആ ഫേമിനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ആരെ അറിയിച്ചിരിക്കണം? കറക്റ്റായിട്ട് നമ്മൾ ബാങ്കിനെ അറിയിച്ചിരിക്കണം. ഇഫ് ദ ഫേം ഇസ് ഡിസോൾവ്ഡ് ദ അക്കൗണ്ട് മസ്റ്റ് ബി ക്ലോസ്ഡ് ഓർ അഡ്ജസ്റ്റ്. ഫേം ഡിസോൾവ്ഡ് ആയ എന്താണ്? അക്കൗണ്ട് മസ്റ്റ് ബി അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കണം. ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ ഫ്രഷ് ഡോക്യുമെൻറ്റ്സ് ഇഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് കളക്ട് ചെയ്തിരിക്കണം ബാങ്ക്. Proper account title and instructions must be maintained. These steps ensure legal compliance and protect bank from further future liabilities. ഫ്യൂച്ചറിൽ ലൈബിലിറ്റീസ് ഒന്നും വരാതെ ബാങ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 2 നമുക്ക് ഇത്രയും മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നോട്ട്സായിട്ടാണ് മിസ് തന്നിരിക്കുന്നത്. കാരണം എന്താ, നിങ്ങൾക്കത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാൻ വേണം. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എക്സാമിന് അതെന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. ഒറ്റവട്ടം കേൾക്കുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് തോന്നണം. അതുപോലെ നമുക്ക് എഴുതാനും പറ്റണം. ഒരുപാട് ലെങ്തി ആയിട്ട് നമ്മൾ ഒത്തിരി വാരി വലിച്ച് പഠിച്ച് നമുക്ക് വളരെ കൺഫ്യൂഷൻ വരുന്നതിനും സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തന്നെ അത് പോയിന്റ്സ് വീണ്ടും നമുക്ക് കറക്റ്റ് ഒരു കീ ടേം കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വീണ്ടും അത് എഴുതാൻ പറ്റണം. അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ഈ നോട്ട്സ് എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും വ്യക്തമായിട്ടിരുന്ന് പഠിച്ച്. അത് എന്ത് സിമ്പിളായിരുന്നു നമ്മുടെ നോട്ട്സ്, വളരെ സിമ്പിളല്ലേ? സോ ഈ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇരുന്ന് നോക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ മിസ്സ് ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ PDF നമുക്ക് കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ട്രിപ്ലൈ ഡിഗ്രി കമ്മ്യൂണിറ്റീസിൽ അവൈലബിൾ ആയിരിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഈ PDF ഡൗൺലോഡ് ചെയ്യുക. ഒരു 2-3 വട്ടം വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആ നോട്ട്സ് ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെന്ന്. അതിനുശേഷം ജസ്റ്റ് എക്സാംസ് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.